സിനിമയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴും അപ്പൻ അത് തീരുമാനിക്കാൻ നിനക്ക് അങ്ങനെ ഒരു ലൈഫ് ചോയ്സ് എടുക്കാറായോ എന്നുള്ളതായിരുന്നു. അന്ന് അപ്പൻ എൻ്റെ അടുത്ത് എന്നാൽ നീ എന്തെങ്കിലും കാണിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ റിസൈൻ ചെയ്തു. നിനക്ക് തോന്നുന്ന പോലെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നല്ല അതിൻ്റെ ടോൺ ഞാൻ എടുത്തില്ല, വേർഡ് മീനിങ് മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്തു. ദേഷ്യപ്പെട്ടാണ് പറഞ്ഞതല്ലേ? അപ്പം ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെച്ചത് ഞാൻ റിസൈനും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് എത്തി ആദ്യം ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് അതിൻ്റെ ഒരു പ്രിവ്യൂ ഒക്കെ വെച്ച് അത് കണ്ടപ്പോൾ തന്നെ അപ്പൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൻ അതിന് ശേഷം എന്നെ എന്താ പറയുക, അതിന് ശേഷമല്ല, ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നിട്ട് എന്നെ ഒരിക്കൽ പോലും കുത്തുവാക്ക് പറയുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് തോന്നിയ ദുരഭിമാനം കൊണ്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ നിൽക്കാണ്ട് ചേട്ടൻ്റെ കൂടെ പോയി താമസിച്ചത്. അന്നും ചേട്ടനും ഈ പറഞ്ഞ അന്ന് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ചേട്ടനാണെന്ന് ഞാൻ വിചാരിക്കും. പോലെ അപ്പൻ ചേട്ടന് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പോയിന്റിൽ ഞാൻ തിരിച്ചറിഞ്ഞു, പക്ഷെ ഞാൻ മിണ്ടിയാതെ നിന്നാലോ, അല്ലെങ്കിൽ എൻ്റെ ദുരഭിമാനം കൊണ്ട് എനിക്ക് അത് പിന്നെ അത് അറിഞ്ഞുകൊണ്ട് അത് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അറിയാത്ത പോലെ കുറച്ച് ആളുകളുടെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ അതെനിക്ക് പേ ബാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്നോ എടുത്ത ഒരു വട്ടൻ തീരുമാനം എൻ്റെ ഫാമിലിയിലെ എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും.